കവടിയാർ കൊട്ടാരത്തിലെ ഹിസ് ഹൈനസ് കള്ളന്മാരെ കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി സ്വാമി ഹിമവൽ ഭദ്രാനന്ദ. കൊട്ടാരത്തിനകത്ത് വസിക്കുന്ന രാജാവും രാജ്ഞിമാരും ചില്ലറക്കാരല്ല. നേരത്തെ കൊട്ടാരവുമായി അടുത്ത ബന്ധം പുലർത്തുകയും കൊട്ടാരത്തിനകത്ത് നടക്കുന്ന അന്തഃപുര രഹസ്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന സ്വാമി ഹിമവൽ ഭദ്രാനന്ദ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തു വന്നപ്പോഴാണ് ഇപ്പോഴത്തെ രാജാവിനെയും രാജ്ഞിമാരെ കുറിച്ചൊക്കെ അവരുടെ തൊലി ഉരിക്കുന്ന രീതിയിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. തലസ്ഥാനത്തെ ചില രാജഭക്തന്മാരെ മറയാക്കിക്കൊണ്ട് ഈ നാടിന്റെ പൊതു സ്വത്തായിട്ടുള്ള സമ്പത്ത് സ്വന്തം നിലയ്ക്ക് അടിച്ചുമാറ്റി കൊട്ടാരത്തിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന സ്വർണങ്ങൾ ഈ അടുത്ത കാലത്ത് മോഷണം പോവുകയും അത് കട്ടോണ്ട് പോയത് പോലീസ് കണ്ടെത്തുകയും ചെയ്തതിന് പിന്നാലെ ആ കേസ് മുക്കിയതുൾപ്പെടെയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഹിമവൽ ഭദ്രാനന്ദ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കേരളം കേൾക്കണം. രാജകൊട്ടാരത്തിനകത്ത് സുരക്ഷിതമായി വസിക്കുന്ന ആ കള്ളന്മാരുടെ ചരിത്രം ദേ ഒന്ന് കേട്ടെ. 7.5 ഏക്കർ പറമ്പോക്ക് ഭൂമി എന്ന് പറയുന്നതിലാണ് അതിരിക്കുന്നത്. കൊട്ടാരത്തിന്റെ വകയിൽ ഈ കൊട്ടാരത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് കുറച്ച് രാജഭക്തിയുള്ള കുറച്ച് യൂസ്ലെസ്സുകളുണ്ട്. യൂസ്ലെസ് അവരിപ്പോൾ തന്നെ പറഞ്ഞ് മീശ പിരിച്ചു വെച്ചിട്ട് പറഞ്ഞ് പിണറായി വിജയനെ തൊട്ടാൽ തലസ്ഥാനം കത്തിയെങ്കിൽ പൊന്ന് തമ്പുരാനെ തൊട്ടാൽ കേരളം കത്തുമെന്ന്. ആ പഴുതാര പോലെ ഒരു മീശയും പിടിച്ചിരിക്കുന്ന ആ ഊളേനെയാണോ പൊന്ന് തമ്പുരാൻ എന്ന് പറയുന്നത്? അവന്റെ ഹിസ്റ്ററി എന്താണെന്നറിയോ? നായാട്ട് നടത്തി വന്നവനാണ്, യുദ്ധം ചെയ്തവനാണ് രാജാവ്. ഒരു കൊതുവിനെ പോലും നേരെ അടിച്ചിടാൻ പറ്റാത്തവനാണോ രാജാവ്? ഒരു തുരുമ്പ് പിടിച്ച വാളും വെച്ചിട്ട് കുറെ റീലും നടത്തി. എത്ര ഈ പ്രസ് ക്ലബ്ബിൽ ഇരുന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ സ്ത്രീകൾ ഉള്ളതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റില്ല. അത്രയും മോശമായ കാര്യങ്ങളാണ് അയാൾ അവിടെ ചെയ്തു കൂട്ടുന്നത്. ഒരു ADGPക്ക് അവിടെ ഭൂമി കിട്ടിയതിൻ്റെ പിന്നാമ്പുറ കഥകളെ പറ്റി മാധ്യമങ്ങൾ അന്വേഷിക്കണം. എങ്ങനെയാണ് ADGPക്ക് അവിടെ ലാൻഡ് കിട്ടിയെന്ന്, എന്ത് കാര്യത്തിന്റെ ഒത്തുതീർപ്പിലാണ് ലാൻഡ് കിട്ടിയെന്ന് അന്വേഷിക്കണം. നിങ്ങൾക്ക് അന്വേഷിക്കാനുള്ള പവറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരു ബ്രേക്കിങ്ങും കൂടെ ഞാൻ തരികയാണ്. മാധ്യമങ്ങൾ കള്ളന്മാരാണ്, മാധ്യമങ്ങൾ കൊള്ളില്ല, പോലീസ് തെണ്ടിത്തരം കാണിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവരിപ്പോൾ പ്രശ്നം നടത്തുമ്പോൾ കുറച്ച് ദിവസം മുമ്പ് കൊട്ടാരത്തിൽ നിന്ന് സ്വർണ്ണ മോഷണം പോയതും രത്നങ്ങളൊക്കെ മോഷണം പോയതും നിങ്ങളൊക്കെ കണ്ടതാണ്, അറിഞ്ഞാണല്ലേ? വാർത്ത കേട്ടില്ലേ? ആ സ്വർണം മോഷണം പോയതിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങളും പോലീസിന് കിട്ടി. ACP സന്തോഷിന്റെ കയ്യിൽ ആ തൊണ്ടി വിറ്റ പൈസ, മീൻസ് ആ മുതൽ വിറ്റ പൈസ എല്ലാം കൊട്ടാരത്തിലെ ഒരു സ്ത്രീയുടെ അക്കൗണ്ടിലും ആ സ്ത്രീക്ക് വളരെ വേണ്ടപ്പെട്ട വേറൊരാളുടെ അക്കൗണ്ടിലും വന്നു. ഞാൻ അതിപ്പോൾ പറഞ്ഞാൽ അതിപ്പോൾ സ്ത്രീ അപമാനിച്ചു എന്ന് പറയും. ഞാൻ അത് പറഞ്ഞില്ല. പോലീസിൻ്റെ എല്ലാ റിപ്പോർട്ടുണ്ട്, നിങ്ങൾ പോലീസിൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കണം. കാർത്തിക് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ കമ്മീഷണർ വളരെ സ്ട്രോങ് ആയിട്ട് ആരെടുത്തും വളയാതെ അദ്ദേഹം ഈ അന്വേഷണം നടത്തി വിവരം കൊണ്ടുവന്നു. പക്ഷേ FIR ഇട്ട് കഴിഞ്ഞപ്പോൾ അശ്വതി തമ്പുരാട്ടി എന്ന് പറയുന്ന അവർ പറഞ്ഞ എന്താണെന്നറിയോ? കൊട്ടാരത്തിലെ ആൾക്കാരുടെ പേര് വരികയാണെങ്കിൽ ഇത് പുറത്തു വരരുതെന്ന്. ഇതെന്ത് ന്യായമാണ്? ഇതെന്ത് ന്യായമാണെന്ന് പറയൂ. ഈ പൈസ ആരുടെ അക്കൗണ്ടിലാണ് വന്നത്? ഇതെല്ലാം പോലീസിന്റെ കയ്യിൽ കിട്ടി, പക്ഷെ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇത് ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു ഗെയിമാണിത്. ഇതൊരു വലിയ മാഫിയാണ്. ഇതിനെതിരെ ഭദ്രാനന്ദ് അല്ലാതെ ഇവിടെ ആരും സംസാരിച്ചിട്ടില്ല. കേട്ടില്ലേ? ചില കാര്യങ്ങളൊക്കെ പരിഹാസം ചേർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ പലതും കേരളം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. രാജഭരണകാലമൊക്കെ ഈ നാട്ടിൽ നിന്ന് പോയിട്ടും ഇപ്പോഴും രാജാവ് കളിച്ച് നടക്കുന്നവരുടെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ ചില സമ്പത്തുകൾ അടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് ഈ അടുത്ത കാലത്ത് രത്നങ്ങളും സ്വർണങ്ങളും കളവ് പോയി എന്നതിന് പിന്നാലെ നടന്ന അന്വേഷണത്തിൽ അത് കണ്ടെത്തുകയും കൊട്ടാരത്തിനകത്തുള്ളവർ തന്നെ ചില സംഖ്യകളെയും കൂട്ടിച്ചേർത്ത് അടിച്ചു മാറ്റിയത് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തന്നെ പണമായി വന്ന വിവരം പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് നിന്നെല്ലാം ഇപ്പോൾ സ്വർണം എങ്ങോട്ടാണ് അടിച്ചുമാറ്റി ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ കൂടി ഒരു തുറന്നു പറച്ചിലാണ്. എന്തായാലും ഒരു സ്വാമി തന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഹിമവൽ ഭദ്രാനന്ദ നേരത്തെ ഈ കവടിയാർ കൊട്ടാരവുമായിട്ടൊക്കെ അഭേദ്യ ബന്ധം പുലർത്തിയിരുന്നതായിട്ട് തലസ്ഥാനത്തുള്ളവർ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും അദ്ദേഹത്തിന് നേരിട്ട് അറിയാവുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പത്മനാഭന്റെ സ്വർണം തന്നെ വീണ്ടും വീണ്ടും കട്ടെടുക്കുന്ന സാഹചര്യം വന്നപ്പോൾ ഈ കൊട്ടാരത്തിനകത്ത് വസിക്കുന്ന 916 കള്ളന്മാരെ കുറിച്ച് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. പല മാധ്യമങ്ങളും വാർത്തയാക്കിയില്ലെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ നാട് കേൾക്കേണ്ടതാണ്. രാജാവ് ചമഞ്ഞ് നടക്കുന്നവരെല്ലാം പുറമോടിക്കപ്പുറം യഥാർത്ഥത്തിൽ പുറത്തുള്ള കള്ളന്മാരെക്കാൾ തീവ്രത കൂടിയ കള്ളന്മാരാണെന്ന് വളരെ കൃത്യമായി ആ പ്രതികരണം ബോധ്യപ്പെടുത്തുന്നുണ്ട്.